ആ മാരണ വെപ്രാളത്തിൽ അയാൾ ചെയ്യുന്ന അവസ്ഥകൾ, ഇതാ ശരീരമൊക്കെ മാന്തി പൊളിച്ച് എന്താ, തീർച്ചയായും ആ കുരുക്ക് കുടുങ്ങണ സമയത്ത് അയാൾ 1000 വട്ടം ആഗ്രഹിക്കും എന്താണ്, ഇതൊന്ന് അഴിഞ്ഞു കിട്ടിയെങ്കിൽ. അതുപോലെ 2022 8031 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തു. സ്ത്രീകളാണെങ്കിൽ 2129 പേരാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വ്യത്യാസം പാശ്ചാത്യ നാടുകളും അറബ് ലോകം രാജ്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറബ് രാജ്യങ്ങളിലാണ് എന്ത് ആത്മഹത്യ കുറവുള്ളത്. ഇന്ത്യയിലൊട്ടാകെ തന്നെ 2018 ശേഷം സമൂഹത്തിനിടയിൽ ധാരാളം ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും മനസ്സിന് താങ്ങാത്ത വിധം വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ ധാരാളം ആളുകൾ ആത്മഹത്യയിലേക്ക് അവരുടെ ജീവിതം എടുത്തെറിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. സമീപകാലത്തുള്ള മാധ്യമങ്ങളിലൂടെ ആ വിഷയങ്ങൾ വ്യത്യസ്തങ്ങളായ പഠനങ്ങളിലൂടെ തന്നെ നമ്മെ ആ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറെ ആശ്ചര്യപ്പെടുന്ന കാര്യം, യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് വ്യക്തമായി തന്നെ ഈ ചില ബ്യൂറോകൾ, അത് ക്രൈം ബ്യൂറോകളൊക്കെ എല്ലാം കണ്ടെത്തിയിട്ടുള്ള ചില കണക്കുകളെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. 2021 ഇന്ത്യയിൽ 1,18,979 പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തത്. എന്നാൽ അതേസമയം 45,026 സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. 2022 ഇന്ത്യയിൽ 1,22,724 പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ സ്ത്രീകൾ 48,172 സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീകളെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ ആത്മഹത്യാ പ്രവണത പുരുഷന്മാരിൽ ധാരാളമായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് സമൂഹം എത്തിപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ആദ്യമായി ഇൻഷാ അല്ലാഹ് നാം നടത്തുന്നത്. കേരളത്തിലെ കണക്കുകളും 2021 പറയുന്നത് 7487 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തപ്പോൾ സ്ത്രീകളിൽ 2056 സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതുപോലെ 2022 8031 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തു. സ്ത്രീകളാണെങ്കിൽ 2129 പേരാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വ്യത്യാസം വരാനുള്ള കാരണം എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിധമുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഒരു വിശ്വാസികളെന്ന നിലക്ക് അല്ലെങ്കിൽ മനുഷ്യരെന്ന നിലക്ക് ഇങ്ങനെയുള്ള പ്രവണതകളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനെന്തെല്ലാം മാർഗങ്ങൾ, എന്തെല്ലാം പോംവഴികളുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ്. ഈ പുരുഷന്മാരുടെ സംഖ്യ ആത്മഹത്യയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മനസ്സിലാക്കണം എന്താ വെച്ചാൽ മിക്കവാറും ഓരോ പ്രശ്നങ്ങളാണല്ലോ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും അവസാനം വന്നു ചേരുന്നത് പുരുഷനിലാണ്. ബാക്കിയുള്ളവർക്കൊക്കെ പരിഹാരം ഉണ്ടാക്കി വരേണ്ട ആളാരാണ്? പുരുഷനാണ്. അപ്പോൾ അവസാനം അത് ഒരു കുടുംബനാഥനിലോ അല്ലെങ്കിൽ അവിടുത്തെ കുടുംബത്തിലെ രക്ഷിതാവിലേക്കോ എന്ത് ചെയ്യുന്നു, അവസാനം ഇത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ആത്മഹത്യ എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന കാരണങ്ങൾ പരിശോധിച്ചാലും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് പുരുഷന്മാരെ തന്നെയാണ്. ഒന്നിപ്പോൾ സാമ്പത്തിക കാര്യങ്ങളാണ്. അതായത് പ്രത്യേകിച്ച് ഈ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ശമ്പളക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ എങ്ങനെയായാലും അവർ കണക്ക് കൂട്ടുന്ന വരുമാനം അവർക്ക് കിട്ടും. എന്നാൽ ഇപ്പോൾ ഈ പുതിയതായിട്ട് ലോണ്, EMI സമ്പ്രദായങ്ങളൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ അടവുകൾക്ക് പണം കൃത്യമായി കിട്ടൂല എന്നുള്ളതാണ്. ഇപ്പോൾ കൃഷിക്കാരാണെങ്കിലും കൃഷിക്കാരിലൊക്കെ ഈ ആത്മഹത്യ പുരുഷന്മാർ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അടക്കാനുള്ള പണം കിട്ടാതെ വരികയാണ്. അത് സത്യത്തിൽ ഈ ലോണിൻ്റെ കാര്യത്തിലും ഇങ്ങനത്തെ കാര്യങ്ങളിലും വളരെയധികം നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ എടുത്ത ഒരാളോട് ഇന്ന് പോലും ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എടുത്തത് എത്രയാണ്? 9 ലക്ഷം രൂപയാണ്. ഇപ്പോഴും അയാൾ 8,75,000 രൂപ അയാൾ ഇപ്പോഴും അടക്കാനുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് അയാളിത് അടച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ പറയണത് ഒരു 10 രൂപ ഞാനിപ്പോൾ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ശമ്പളക്കാരനായതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റും. അല്ലാത്തൊരാളാണെങ്കിൽ എന്താണ് ചെയ്യുക?
എന്താണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവസാനം എന്ത് ചെയ്യുന്നു, അത് വീട്ടാനും പരിഹരിക്കാതിരിക്കാൻ വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ ലോൺ അടക്കാനൊക്കെ സാധിക്കാതെ വരുമ്പോൾ പല ആളുകളിൽ നിന്നും വായ്പപ്പെടും. അവസാനം ഈ വായ്പകൾ തിരിച്ചടക്കാൻ കഴിയാത്തത് ആരോടാണ്? പരിചയക്കാർ, ബന്ധുക്കൾ, കുടുംബങ്ങൾ. അവസാനം ആരിടത്തും കിട്ടാത്തൊരവസ്ഥാവിശേഷം വരുമ്പോൾ എന്ത് ചെയ്യും, അവർ സ്വാഭാവികമായും ഇതിനൊരു പരിഹാരമായിട്ട് ഇതിലേക്ക് പോകുന്നുള്ളതാണ്. പിന്നെ പുരുഷന്മാരുടെ കാര്യത്തിൽ വരുന്നൊരു കാര്യം, ഒറ്റപ്പെട്ടു പോവാണ്. അധികവും പിന്നെ ഭാര്യമാരാണ് ആദ്യം മിക്കവാറും മരണപ്പെട്ടു പോകുന്നത് നമ്മൾ കാണാൻ. അപ്പോൾ അങ്ങനെ പുരുഷന്മാർ ഏകാന്തമായി ഒറ്റപ്പെട്ടു വരുമ്പോഴും അതിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ ആത്മഹത്യാ മരണം എന്ന് പറഞ്ഞാൽ ഒരു മരണത്തിൻ്റെ ആഘാതവും അതേപോലെ തന്നെ അപമാനവും വരെ സമ്മിശ്രമായൊരു മരണമാണ്. നിങ്ങൾ ആത്മഹത്യ ചെയ്തൊരു വീടിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. നിങ്ങൾ ആ ആത്മഹത്യ ചെയ്ത വീട്ടിൽ സംഭവിക്കുന്നത് ഒരു മരണത്തിൻ്റെ, എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഒരു മരണത്തിൻ്റെ ആഘാതം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ അതിലുപരി എന്താണ്, എന്താണ് മരണം സംഭവിച്ചത്? ഒരു ആത്മഹത്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് പറയുമ്പോൾ തന്നെ ഒരു അപമാനമായിട്ടാണ് ആളുകൾ കാണുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ എന്താണ് അവിടെ സംഭവിക്കാൻ കാരണം? ആരാണ് അതിൻ്റെ ഉത്തരവാദി? അവിടെ ചിലപ്പോൾ ഭർത്താവ് മരിച്ച ഭാര്യ പ്രതിയാവും, ഉമ്മ മരിച്ച മക്കൾ പ്രതിയാവും. ആരൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കും? പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ എന്നും ഈ മരണം എന്ത് ചെയ്യൂല, മാഞ്ഞു പോകുന്നില്ല. മറ്റേ ഒരുമ്മ ആത്മഹത്യ ചെയ്തല്ലേ, ഒരുമ്മ ആത്മഹത്യ ചെയ്യാണില്ലേ? സത്യത്തിൽ ഈ ആത്മഹത്യ ചെയ്യണ എന്തില്ല, അടുത്ത സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അവരെന്ത് ചെയ്യുന്നില്ല, ആലോചിക്കുന്നില്ല. പിന്നെ നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോഴൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഖാലിദൻ മുഖല്ലദ് എന്നാണ് നബി പറഞ്ഞത്. അതായത് ശാശ്വതമായി നരകം എന്നാണ് ആത്മഹത്യ. അപ്പോൾ സത്യത്തിലൊരു പ്രശ്ന പരിഹാരത്തിനാണല്ലോ ആത്മഹത്യ ചെയ്യണത്. കാരണം അപ്പോൾ ഈ ദുനിയാവിലെ ലോകത്തിലെ ചെറിയൊരു പ്രശ്നം പരിഹരിച്ചിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ഒരിക്കലും മോചനമില്ലാത്തൊരു നരകത്തിലേക്കാണ് അയാൾ പോകുന്നത്. എത്ര ഗൗരവമുള്ളൊരു സംഗതിയാണത്. പിന്നെ സത്യത്തിൽ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു ലോൺ എടുത്ത് ബുദ്ധിമുട്ടായ ഒരാൾ കടം വീട്ടാൻ കഴിയാതെ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിക്കാം. അതോടുകൂടി ആ കടം പരിഹരിക്കും. അയാൾ മരിച്ചതുകൊണ്ട് ബാങ്കുകാർ എന്ത് പറയും, ഇനി വീട്ടണ്ട പറയും. എന്തായാലും അത് വീട്ടിയേ പറ്റൂ. അപ്പോൾ അയാൾ വീട് ജപ്തി ചെയ്യും. അയാൾ എന്താണ് ഉണ്ടായത് അത് നടക്കും. ഒരിക്കലും അയാൾ ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട് കടം അവിടെ എന്ത് ചെയ്യുന്നില്ല, പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ എന്തെങ്കിലും അത് ഒന്ന് സംഘടിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു നേതൃത്വം കൊടുക്കേണ്ട ഇയാൾ പോകുന്നതോടുകൂടി അത് വീണ്ടും എന്ത് ചെയ്യും, പ്രതിസന്ധിയിലേക്കും പ്രയാസങ്ങളിലേക്കും നീങ്ങും എന്നുള്ളതാണ് അതിന് മനസ്സിലാവുന്നത്. പിന്നെ ആത്മഹത്യ കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ആത്മഹത്യ മരണം, നമ്മളൊക്കെ ഇപ്പോൾ ഒരു മരണം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആലോചിക്കൂലേ, ആശ്വാസകരമായൊരു മരണം എന്ന്. ഇപ്പോൾ നിങ്ങൾ ആ കണക്ക് നോക്കി, നിങ്ങൾ അതിൽ ഭൂരിപക്ഷം ആളുകളും തൂങ്ങി മരിച്ചതാണ്. തൂങ്ങി മരിച്ച ആത്മഹത്യയിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് തൂങ്ങി മരിക്കണം. ഇപ്പോൾ തൂങ്ങി മരിക്കുക പറഞ്ഞാൽ എന്ത് ചെയ്യണം, കാല് നിലത്തുനിന്ന് വിട്ടിട്ട് ഈ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം മുട്ടിയാണ് മരിക്കണം. ആ മരണ വെപ്രാളത്തിൽ അയാൾ ചെയ്യുന്ന അവസ്ഥകൾ, ശരീരമൊക്കെ മാന്തി പൊളിച്ച് തീർച്ചയായും ആ കുരുക്ക് കുടുങ്ങണ സമയത്ത് അയാൾ 1000 വട്ടം ആഗ്രഹിക്കും, എന്താണ്, ഇതൊന്ന് അഴിഞ്ഞു കിട്ടിയെങ്കിൽ. പക്ഷെ അത് അഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായി? പിന്നെ ഇവരെന്ത് ചെയ്യും, ആളുകളില്ലാത്ത സമയം നോക്കിയിട്ട് വാതിലടച്ചിട്ട്, അതായത് ഒരു രക്ഷയ്ക്ക് ഒരു സാഹചര്യവും പിന്നെ ഉണ്ടാവില്ല. ആശുപത്രിയിൽ എത്തിയാൽ പോലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ അയാൾ ഇന്ന് സഹിക്കുന്ന കടത്തിൻ്റെ വേദന, അല്ലെങ്കിൽ രോഗത്തിൻ്റെ വേദന, കുടുംബ ശൈഥില്യത്തിൻ്റെ വേദന, ഈ വേദനൻ്റെയൊക്കെ ഒരു 10,000 മടങ്ങ് എന്ന് പറഞ്ഞാൽ പറ്റൂല. അങ്ങനത്തെ ഒരു മരണവേദനയെയാണ് അയാൾ ഒരു വേദനക്കും വിഷമത്തിനും പകരം തിരഞ്ഞെടുക്കുന്നത്. ഇതൊന്നും ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യൂല, ഈ ആത്മഹത്യയിലേക്ക് വരൂല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, പണ്ഡിതന്മാർ പറയുന്ന അക്ബറുൽ കബായിർ എന്നാണ്, മഹാപാപം എന്നല്ല, മഹാപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ് എന്തെന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ഇതൊരു പരിഹാരമല്ല എന്നുള്ളതും ശരിക്കും ബോധ്യപ്പെടേണ്ടതുണ്ട്. പിന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പൊതുവെ എന്താണ്, പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം, സാഹചര്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവണം, എൻ്റെ മക്കൾക്ക് മനസ്സിലാവണം. അപ്പോൾ എന്ത് ചെയ്യും, വാപ്പ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലാണുള്ളത്, അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നത് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മുടെ വിഷമങ്ങൾ മറ്റൊരു ഷെയർ ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൽ കാണാൻ ഇതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള വഴികളെക്കുറിച്ചൊക്കെ ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്പറാണ് വരിക.
നിങ്ങൾക്ക് അങ്ങനത്തെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചോളും. ജസ്റ്റ് ഇപ്പോൾ ഒരു വിഷമം തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കുക. ഇനി ആത്മഹത്യ ചെയ്യണം എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ പോലും എന്ത് ചെയ്യും, അയാളുടെ കൂടെ ആത്മഹത്യയുടെ സന്നദ്ധത മറ്റുള്ളവരെ അറിയിക്കാൻ പോലും പറ്റാത്ത ഒരാളെ വിളിച്ചോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിലേക്ക് മാറുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതായാലും ഇന്ന് എനിക്ക് ആത്മഹത്യ ചെയ്യും, ഞാൻ ഇന്നൊന്ന് കിടന്നുറങ്ങട്ടെ ഭക്ഷണം കഴിച്ചിട്ട്, നാളെ എഴുന്നേറ്റിട്ട് എനിക്കിത് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് എന്തെങ്കിലും ആ ഒരു നിമിഷത്തെ അയാൾക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റിയാൽ അയാൾ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് എന്ത് ചെയ്യും, രക്ഷപ്പെട്ടു പോകുന്നുള്ളതാണ് കാര്യം. അപ്പം ഒന്ന് പ്രശ്നങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാം. ഇപ്പോൾ മരണച്ചാൽ എല്ലാ ആളുകളെയും അവസ്ഥ പരിശോധിച്ചാൽ ഇപ്പോൾ 25 ലക്ഷത്തിൻ്റെ വീട് 30 ലക്ഷത്തിൻ്റെ വീടൊക്കെ ഉണ്ടാക്കണം. വീട് ആ കൈ 5 പൈസ അല്ല. ഈ പണം അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ സംഖ്യ അല്ല. അയാൾ അതും ഉണ്ടാക്കിയ പോലെ അതിൻ്റെ ലോണിൻ്റെ പൈസ ഉണ്ടാക്കണം. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഏൽക്കാതെ അവരവൻ്റെ വരവിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കുക. ഭക്ഷണമാണെങ്കിൽ എന്താണ്, ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മക്കളെ പഠനം ഒരു സാധാരണ ഒരു കോഴ്സിന് പഠിപ്പിക്കണം. ഒരു BEd ഒരു കുട്ടിനെ ചേർക്കണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും മിനിമം ഗവൺമെൻറ്റിലുള്ള ഫീസ് തന്നെ 50,000 കൊടുക്കണം. അപ്പോൾ ഒരു രക്ഷിതാവിന് ഭയങ്കര ഭാരങ്ങൾ വരികയാണ്. മക്കളുടെ കല്യാണം, നമ്മുടെ ഒരു ആയുഷ്കാലത്ത് സമ്പാദിച്ച തീരാത്ത അത്രയും വലിയ ചെലവ് കുടുംബത്തിന് വേണ്ടി വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം, എൻ്റെ അവസ്ഥ മനസ്സിലാക്കി, എൻ്റെ സാഹചര്യം മനസ്സിലാക്കി, എൻ്റെ സാമ്പത്തിക വരവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വരുമാനം അനുസരിച്ച് ജീവിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇത്തരം മാനസിക സംഘർഷങ്ങളിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ശരിയായ പരിഹാരം. സമ്പൂർണ്ണമായിട്ട് ഹാരിസ് മൗലവി പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഹാരിസ് മൗലവി പറഞ്ഞു പോയപ്പോഴേ പിന്നെ ഇപ്പോൾ ഒരു വ്യക്തി അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്താൽ എന്താ പിന്നെ അവിടെ സംഭവിക്കണമെന്ന് അയാൾ ആലോചിക്കണില്ല എന്ന് പറഞ്ഞല്ലോ. അതൊരു വശം. വേറെ ചില ആൾക്കാർ അത് അമിതമായിട്ട് അത് ആലോചിക്കുന്നുണ്ട്. അത് ആലോചിച്ചിട്ടാണ് അവർക്ക് മക്കളെ കൂടി ഇത് ചേർത്തി ആത്മഹത്യ ചെയ്യുന്നത്. അതായത് അയാൾ ചിന്തിക്കണെന്ത്, ഞാനാണ് മരിച്ചാൽ ഈ കടവും കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യൻ്റെ തലയിലും കുട്ടികളുടെ തലയിലും ആണ് വരികയാണല്ലോ. അപ്പോൾ പിന്നെ എന്താ പരിഹാരം, അവർക്ക് കൂടി വിഷം കൊടുക്കുക, അവരെയും കഴുത്ത് ഞെരിച്ച് കൊല്ലുക, എന്നിട്ട് ഒന്നിച്ച് മരിക്കുക. ഇപ്പോൾ കേരളത്തിൽ കുറച്ചായിട്ട് കാണാൻ കഴിയുന്ന ഒരു സംഭവം അതാണ്. അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത സംഭവമാണ്. ഇപ്പോൾ ഒരാളുടെ മരണം എന്ന് പറഞ്ഞാൽ അത് കണ്ട് പിന്നെ നിൽക്കുക, പിന്നെ രണ്ടാമത്തെ ആൾ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ മരിക്കുക. അതിലുള്ള പ്രശ്നം എന്താ അറിയോ, ഈ വ്യക്തി മാത്രമേ മരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള കൊല്ലുകയാണ് ചെയ്യണം. അതായത് ഭാര്യനോട് നിർബന്ധിക്കുകയാണെന്ത്, നീ മരിച്ചേ പറ്റൂ എന്ന്. മക്കള് അറിയണില്ല, അവരെന്ത് ചെയ്യാണ്, ഐസ്ക്രീമിൽ വിഷം കൊടുത്തിട്ട് കൊല്ലുകയാണ്. അവർ മരണവെപ്രാളത്തിൽ പെടയുമ്പോഴാണ് ഞാൻ മരിക്കുകയാണെന്ന് അറിയണത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കൂട്ടാത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരാളെ ആത്മഹത്യക്ക് റെഡിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യാണ്, ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അതിൽ ഈ കുടുംബത്തിന് വലിയ റോളുണ്ടെന്നുള്ളത്. അതായത് എങ്ങനെയെങ്കിലും ഈ ഇദ്ദേഹം പല സന്ദർഭങ്ങളിലായിട്ട് അത് ഈ പുരുഷന്മാരെന്ത് ചെയ്യും, അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഭാര്യമാരോട് പറയാതെ പോലെ എന്തായിരുന്നാലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഭാര്യമാർ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു ജീവിത വീക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു മുനമ്പിലേക്ക് എത്തിയത്. ഒന്നുകിൽ അവരുടെ ഓവർ ബഡ്ജറ്റ് ആയിരിക്കും. ആ ഓവർ ബഡ്ജറ്റിൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിന് മാത്രമല്ല, ഈ പിന്നെ ഭാര്യയ്ക്ക് ഉണ്ട്. ഭാര്യ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് എടുത്താൽ പൊന്താത്ത വീട് വെച്ചിട്ടുണ്ട്, വീട് വെക്കാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മക്കളെന്ത് ചെയ്തിട്ടുണ്ടാവും, ആ നിലക്ക് പിതാവിനെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കുടുംബാംഗങ്ങൾ കൂടി ഇതിലെന്ത് വേണം, ഇങ്ങനത്തെ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കൊക്കിലൊതുങ്ങുന്നത് കൊത്തി ജീവിച്ച് പോവുകയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ജീവിത വീക്ഷണം എന്നുള്ളതുണ്ടല്ലോ, ഇതിപ്പോൾ ഫൈനൽ എക്സിറ്റ് എന്നാണ് സാധാരണ ഇന്ത്യയിൽ ആത്മഹത്യക്ക് പേര് പറയുന്നത്. എല്ലാ പ്രശ്നത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങളിലേക്കുമുള്ള ഒരു ഫസ്റ്റ് എൻട്രൻസ് ആണ് യഥാർത്ഥത്തിൽ ഇത് കബറിൽ പ്രശ്നമാണ്, പരലോകത്ത് പ്രശ്നമാണ്. വിഷം കുടിച്ച് മരിച്ച ആളാണെങ്കിൽ അയാൾ നരകത്തിൽ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഉയരത്തുനിന്ന് ചാടിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ എന്നും ചാടിക്കൊണ്ടിരിക്കും. ഒരു ഇരുമ്പിൻ്റെ കമ്പി കൊണ്ട് കുത്തിയിട്ട് ആത്മഹത്യ ചെയ്തെങ്കിൽ അയാൾ കുത്തിക്കൊണ്ടേയിരിക്കും. കാരണം നരകത്തിൽ ഒരിക്കലും മരണമില്ല. അപ്പോൾ ഈ ഒരു വിശ്വാസം ശരിക്കും രൂഢമൂലമായി കഴിഞ്ഞാൽ ആ മനുഷ്യന്മാർ ചെയ്യൂല. അതിൻ്റെ വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ലോകത്ത് തന്നെ പാശ്ചാത്യ നാടുകളും അറബ് രാജ്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറബ് രാജ്യങ്ങളിലാണ് ആത്മഹത്യ കുറവുള്ളത്. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ ഇതിൻ്റെ കണക്കൊക്കെ നേരത്തെ മുജീബ് പറഞ്ഞു, കേരളത്തിലെ കണക്ക് പറഞ്ഞു. ഈ കേരളത്തിൽ സിബി മാത്യു എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ടൊരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ മലപ്പുറം ജില്ലയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഏറ്റവും കുറവ് ആത്മഹത്യകൾ മലപ്പുറം ജില്ലയിലാണ്. അതിൻ്റെ കാരണം പറഞ്ഞത് ഇവിടെയാണ് ഈ
പരലോക വിശ്വാസം അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശ്വസിക്കുന്ന മുസ്ലിം സമുദായമാണ് ഇവിടെ കൂടുതൽ. അതുകൊണ്ട് അവരെ മുമ്പിൽ എന്ത് പ്രശ്നം വന്നാലും അവർക്ക് എന്തുണ്ട്, സാധാരണ വക്കീൽമാർ പറയലുണ്ട് ചില മുസ്ലിങ്ങളുടെ കേസ് എടുക്കാൻ നല്ല ഒരു സുരക്ഷയാണ്. കേസിൽ വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടും? വക്കീലിന് കിട്ടും. പരാജയപ്പെട്ട അവർ പറയാം ഞങ്ങൾ വിധിയാണെന്ന് പറയും എന്ന് പറയലുണ്ട്. അതേപോലെ ഇതൊരു വിശ്വാസമാണ് ശരിക്കും. ആ വിശ്വാസം കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ടെൻഡൻസിനെ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു, അതൊരു പരിഹാരമാണല്ലോ. സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നുള്ള പ്രധാനമാണ്.